ബഹുമാനികളെ, വല്ലാത്ത വേദനാജനകമായ ഒരു ദിവസമാണ് 2025 ജൂൺ 13 വെള്ളി. ഈ ദിവസം ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് കാലം നാം അറിയാതെ ഓർത്തുപോകുന്ന ഒരു ദിവസം. 242 യാത്രക്കാരുമായി ഒരുപാട് സ്വപ്നങ്ങളും മനസ്സിൽ പേറിയ വലിയൊരു സംഘം ആളുകൾ വലിയ പ്രതീക്ഷയോടെയും ഉറച്ച വിശ്വാസത്തോടെയും ഇന്ത്യയുടെ ഒരു ഉന്നതമായ ഒരു നഗരത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം ഇടിച്ചിറങ്ങി തീഗോളമായി മാറി. മുഴുവൻ ആളുകളും മരണപ്പെട്ട പടച്ചിറപ്പിന്റെ അലംഘനീയമായ വിധിക്ക് വിധേയരായ വേദനാജനകമായ വാർത്ത കേട്ടിട്ടാണ് ഈ ഒരു ദിവസം നമ്മിലൂടെ കടന്നു പോകുന്നത്. അതിൽ ഒരുപാട് ആളുകൾ വലിയ സ്വപ്നങ്ങളുമായി യാത്ര പുറപ്പെട്ടവരാണ്, വലിയ പ്രതീക്ഷകൾ വെച്ചവരാണ്. ആധുനിക സംവിധാനങ്ങൾ തങ്ങെ എല്ലാ അർത്ഥത്തിലും എല്ലാ സാഹചര്യത്തിലും രക്ഷപ്പെടുത്തുമെന്നൊക്കെ ഉറച്ച് വിശ്വസിച്ചവർ പോലും ഉണ്ടാകും. പടച്ചിറപ്പിന്റെ തീരുമാനവും വിധിയും അനുകൂലമായി കൊള്ളണമെന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രകൾക്ക് ഇറങ്ങുമ്പോൾ ചില ആദാബുകൾ, മര്യാദകൾ പഠിപ്പിച്ചു. നിങ്ങൾ വാഹനത്തിൽ കയറി യാത്ര പുറപ്പെടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിലായി വലതുകാൽ വെച്ച് പ്രവേശിക്കുക, ബിസ്മി പറഞ്ഞുകൊണ്ട് കയറുക. യാത്ര പുറപ്പെടാൻ സമയമായാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ചില മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ഒപ്പം ഇതുകൂടെ ചെയ്യാം. ദഖൽനാ ഫീ ഹിഫ്ദില്ലാഹി വഫീ ഹിർസില്ലാഹി വഫീ അമാനില്ലാഹി തവക്കൽനാ അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ദിനേന യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. വിമാനയാത്രകൾ ചെയ്യുന്നു, കപ്പൽ യാത്രകൾ നടത്തുന്നു, വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ മാർഗേണ യാത്രകൾ നടത്തുന്നവരാണ്. വാഹനത്തിൽ പോയവരും വിമാനത്തിൽ പോയവരും കപ്പലിൽ പോയവരും ഒക്കെ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഏത് എന്ന് റസൂല് പ്രത്യേകം പറഞ്ഞില്ല. യാത്ര പുറപ്പെടാൻ നിങ്ങൾ വാഹനത്തിൽ കയറി യാത്ര ആരംഭിച്ചാൽ ഈ പ്രാർത്ഥന നിങ്ങൾ പറയും. വിശദീകരിച്ചപ്പോൾ മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങളും ഉലമാക്കളും പഠിപ്പിച്ചു, അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് പോലും ഇഖ്ലാസോടെ പറയുന്നവന് ഇത് സഹായകമായി മാറിയേക്കാം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചില സൂഫിയാക്കൾ, ചില ഉലമാക്കളൊക്കെ പറയുന്ന മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ അശുദ്ധിയിൽ നിന്നുള്ള കുളി വേണ്ടതുപോലെ നിർവഹിക്കപ്പെടാതെയാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ ആ യാത്രയിൽ അപകടത്തിന്റെ സാധ്യത പോലും തള്ളിക്കളയേണ്ടതില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാത്രയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദ്ദേശിച്ച വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലൂടെ ഞാൻ കൂടുതൽ പോകുന്നില്ല. ഏതായാലും വല്ലാത്ത വിഷമകരമായ വേദനാജനകമായ അവസ്ഥയിൽ കടന്നു പോകുന്ന 242 മരണപ്പെട്ട മനുഷ്യരുടെയും കുടുംബാദികൾക്ക് അവരുടെ വിഷമാവസ്ഥകളിൽ നിന്നും പടച്ചിറപ്പ് ഹിദായത്തിന്റെ പ്രകാശത്തിലേക്ക് അവർക്ക് മോചനം കൊടുക്കുമാറാകട്ടെ. ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യം നടുങ്ങിയ ഈ നടുങ്ങളിൽ നിന്നും ഒരു നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും കുറെ കൂടെ സൂക്ഷ്മത അവലംബിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുപോലെ ലോകമാകെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ അതിനേക്കാൾ ഏറെ വേദനാജനകമായ മറ്റൊരു വാർത്തയ്ക്കാണ് ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ നാടുകളെല്ലാം പ്രവാസികളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഓരോ വീടുകളിലും ഒരാൾ പ്രവാസിയാണ്. ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ച് അറേബ്യൻ ഉപദ്വീപിൽ ഉപജീവനം തേടിക്കൊണ്ട് കഴിയുന്ന ആളുകളില്ലാത്ത വീടുകൾ നന്നേ കുറവാണ്. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇനി ഒരുപക്ഷെ പട്ടിണിയുടെ, പ്രതിസന്ധിയുടെ, ഭയാനകതയുടെ നാളുകളായിരിക്കാം വന്നേക്കാവുന്നത് എന്നുള്ളതിന്റെ ഭയാനകമായ ഒരു അനൗൺസ്മെന്റ് ആണ് കഴിഞ്ഞ രാവോടുകൂടി വ്യക്തമായിരിക്കുന്നത്. കുറെ നാളുകളായി കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായ യുദ്ധത്തിന്റെ കാരുഷ്യം ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളും അതുപോലെ മുസ്ലിം ഉമ്മത്ത് തിങ്ങിപ്പാർക്കുന്ന അറേബ്യൻ ഉപദ്വീപ് വീണ്ടും ഒരു വലിയ കനത്ത യുദ്ധത്തിലേക്ക്, തീച്ചുളയിലേക്ക് തള്ളിവിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായ കാഴ്ച.
ഇറാൻ എന്ന സ്വതന്ത്ര പരമാധികാരമായ ഒരു രാജ്യത്തിന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂര രാഷ്ട്രം, ഏറ്റവും അഹങ്കാരികളുടെ രാഷ്ട്രമായ ഇസ്രായേൽ ഏകപക്ഷീയമായ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ മിസൈൽ വർഷം നടത്തി ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇനി തിരിച്ചു നോക്കി നിൽക്കേണ്ടതില്ല. കഴിയുന്നത് പോലെ തിരിച്ചടിക്കൽ തന്നെ, കഴിയുന്നത് പോലെ തിരിച്ചടിക്കുക എന്ന് പറയുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രായേൽ എന്നൊരു രാജ്യം ഒറ്റയ്ക്ക് യുദ്ധത്തിന് വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നറിയാം. ഇസ്രായേലിന്റെ രക്ഷ എപ്പോഴും അമേരിക്കയോടൊപ്പമാണ്. അമേരിക്ക അടിക്കുന്നത് 24 മണിക്കൂറോളം യാത്ര ചെയ്തെത്തേണ്ട കിലോമീറ്ററുകൾ, 10,000-കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള അമേരിക്ക എന്ന രാജ്യത്ത് നിന്നല്ല ഡയറക്റ്റ് മിസൈലുകൾ വിടുന്നത്. പിന്നെയോ ഇറാന്റെ വലതും ഇടതും ചുറ്റുഭാഗത്തും കിടക്കുന്ന മുസ്ലിം അറബ് രാജ്യങ്ങളുടെ ഹബ്ബുകൾക്കുള്ളിൽ നിന്നും അമേരിക്കയ്ക്ക് വേണ്ടി കൊടുക്കപ്പെട്ടിരിക്കുന്ന താവളങ്ങൾക്കുള്ളിൽ നിന്നുമാണ് ഇറാന് നേരെ വരുന്ന മിസൈലുകൾ ഇസ്രായേലിനെ സഹായിക്കുവാൻ വരിക. സ്വാഭാവികമായും ഇറാൻ എന്ന രാജ്യത്തിന് അവരുടെ നിലനിൽപ്പ് പിടിച്ചു നിൽക്കുവാൻ അവർ നിർബന്ധിതരായിക്കൊണ്ട് അമേരിക്കൻ ഹബ്ബുകളിലേക്ക് തിരിച്ചു പ്രത്യാക്രമണം നടത്തും. ആ പ്രത്യാക്രമണങ്ങൾ ദിശ തെറ്റിക്കൊണ്ട് വന്നു പതിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കളെല്ലാം ഉപജീവനം തേടി നിൽക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്നു പതിച്ച് അവിടെയും എന്തും സംഭവിച്ചേക്കാവുന്ന കാലുഷ്യത്തിന്റെ അന്തരീക്ഷമാണ്. ഒന്നാം ഗൾഫ് യുദ്ധം എന്ന് പറയുന്ന ഇറാഖിന്റെ കുവൈറ്റിന്റെ യുദ്ധം നടക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് മുമ്പിലേക്ക് സംജാതമാവുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ആഡംബര ജീവിതത്തിന് അറുതി വരുത്തേണ്ട സമയമായി എന്നുള്ള അറിയിപ്പ് കൂടിയാണ്. ഒരു വിവാഹത്തിന്റെ ചടങ്ങിലേക്ക് പോകാൻ ഓരോ വിവാഹത്തിനും 5,000-ന്റെയും 10,000-ന്റെയും സാരി വാങ്ങിക്കൊടുത്താലല്ലാതെ പോകാത്ത നമ്മുടെ സഹോദരിമാർക്ക് 50-ന്റെ തുണിയെടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു കാലം വിദൂരമല്ല എന്ന ഓർമ്മയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു നേരത്തെ മട്ടൻ ബിരിയാണി കഴിഞ്ഞ് വീണ്ടും അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് 5 സ്റ്റാർ ഹോട്ടലുകൾ തിരക്കി പോകുന്ന നമ്മുടെ സമുദായത്തിന്റെ എല്ലാ ആഡംബരങ്ങൾക്കും പരിധി വെക്കേണ്ട സമയമായിരുന്നു. ഒരു വിവാഹത്തിന്റെ 10 വിവാഹത്തിന്റെ സമ്പത്ത് ചിലവഴിക്കുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 10 ആളുടെ ഭക്ഷണത്തിന്റെ സമ്പത്ത് ചിലവഴിക്കുന്ന, പരിധി വിട്ടുകൊണ്ട് കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആഡംബരം കാണിക്കുന്ന നമുക്ക് ആ ആഡംബരത്തിന്റെ ശക്തി വരുന്ന സമ്പത്തിന്റെ വരവ് നിലയ്ക്കുവാൻ ഇനി അധികകാലം താമസമുണ്ടാകില്ല എന്നുള്ള അവസാനത്തെ അറിയിപ്പാണ്. ഉള്ള സമ്പത്ത് സൂക്ഷ്മതയോടെ വിനിയോഗിക്കുവാൻ നമ്മെ പരിശീലിപ്പിക്കേണ്ട നാളുകളാണ് ഇനിയുള്ളത്. ഉള്ളത് വെച്ച് വിനിയോഗിക്കണം. ഇന്നലകളിൽ ജീവിച്ചു പോയ ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് നമ്മൾ. ഇന്നലകളിൽ എന്റെ മുമ്പിലുള്ള പ്രായം ചെന്ന ഉപ്പമാർ ഉമ്മമാരുടെ കുഞ്ഞുകാലത്തിലേക്ക് തിരിച്ചു പോയാൽ 3 നേരം ഭക്ഷണം കഴിച്ചിരുന്ന വീടുകൾ 10% അല്ലെങ്കിൽ 20% ഓരോ നാടുകളിലും ഉള്ളത്. ഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു ദിവസത്തിൽ 1 നേരം അന്നം കഴിച്ച ആളുകളാണ്. ചക്കയും ചീരിയും ചേനയും കൊണ്ട് ജീവിച്ച മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ ഭൂരിപക്ഷവും. അത് കഴിഞ്ഞു ഒരു 35 അല്ലെങ്കിൽ 40 കൊല്ലമാണ് അറബിപ്പണത്തിന്റെയും ബർമയുടെ പണവും വന്നതിന് ശേഷമാണ് മലയാളക്കര സാമ്പത്തികമായ അഭിവൃദ്ധി നേടിയത്. അതിനുശേഷമാണ് ആഡംബരത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ പോയത്. മതിമറന്നുകൊണ്ടുള്ള ആഡംബരത്തിലേക്ക് നമ്മൾ പോയ ആ ജീവിതം വീണ്ടും ഒരു മടങ്ങിപ്പോക്കിന്റെ അറിയിപ്പിലേക്കാണ് നമ്മൾ എത്തുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വലാ തുസ്രിഫൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ആഡംബരം കാണിക്കരുതേ, നിങ്ങൾ ആഡംബരം കാണിക്കരുതേ. മറ്റൊരു സ്ഥലത്തിൽ അല്ലാഹു പറയുന്നു, ആഡംബരം കാണിക്കുന്നവർ, അത്യാഡംബരമായ ആർഭാടം കാണിക്കുന്നവർ പിശാചിന്റെ അനുയായികളാണ്, പിശാചിന്റെ സുഹൃത്തുക്കളാണ്. പിശാചാണ് ആഡംബരത്തിന് പ്രേരിപ്പിക്കുന്നത്, പിശാചാണ് പരിധി വിട്ടുകൊണ്ട് ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ആവശ്യത്തിന് വേണ്ടിയാകാം, അതിനപ്പുറം ഒന്നാകാൻ പാടില്ല, അതിനപ്പുറം ഒന്നിലേക്കാകാൻ പാടില്ല. നമ്മുടെ ധാരണയുണ്ട്, തന്റെ സമ്പാദ്യം താൻ നേടിയെടുത്ത, തന്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത സമ്പത്ത് തനിക്ക് ഇഷ്ടം പോലെ വിനിയോഗിക്കാമെന്നുള്ള ധാരണയാണ് മനുഷ്യർക്കുള്ളതെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടില്ല. ആദരവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മദീനത്ത് ജീവിക്കുമ്പോൾ 4000 കിലോമീറ്റർ വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്തിന്റെ ആധിപത്യത്തിലേക്കാണ് മുസ്ലിം സമുദായം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. മദീന ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ തുടക്കത്തിലാണ്. അറേബ്യൻ ഉപതി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഖിലാഫത്തിന്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞു. ദിനേന 10,000-കണക്കിന് ദീനാറിന്റെ ദിർഹമിന്റെ സക്കാത്തിന്റെ സമ്പത്ത് മദീനയിലേക്ക് വരുന്നുണ്ട്. പല രൂപത്തിലെ സമ്പത്തിന്റെ സഹായങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ സമ്പത്തിന്റെ കുമിഞ്ഞുകൂടുന്ന സമ്പത്തിന്റെ ആധിക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മദീന, ആ മദീനത്ത് നിന്നും ആദരവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്
പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിനെ കുറിച്ച് മഹതിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗ ഘട്ടത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. യാ ആയിഷ, അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെടുമ്പോൾ എങ്ങനെയായിരുന്നു? അവിടുത്തെ പൂവദനം എങ്ങനെയായിരുന്നു? മഹതിയായ ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെടുമ്പോൾ എന്റെ അനുഗ്രഹീതമായ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് യാത്ര പറഞ്ഞത്. എന്റെ മടിത്തട്ടിലായി കിടക്കുമ്പോ അവിടുത്തെ ശിരസിനെ തലോടിക്കൊണ്ടിരിക്കുമ്പോഴാ എന്റെ ഹബീബിന്റെ റൂഹ് പിരിഞ്ഞത്. എന്നാൽ അവസാനമായി എനിക്ക് സ്നേഹത്തോടെ നന്നായിട്ടൊന്നും ആ മുഖം കാണാൻ അവസരം ഉണ്ടായില്ല. കേട്ടിരുന്നവരെ ബോധത്തോട് ചോദിച്ചു, നിങ്ങളുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങിയ റസൂൽ, ആ റസൂലിന്റെ വിയോഗ സമയത്ത് അവിടുത്തെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞില്ലെന്നോ? മടിത്തട്ടിൽ കിടന്നുറങ്ങിയിട്ട് കാണാൻ കഴിയാത്തതെന്ത്? ആ സമയത്തിലാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മരണാസന്നനായി മരണത്തിന്റെ റൂഹ് പിടിക്കാൻ പോകുന്ന വേദനയിലേക്ക് നീങ്ങുന്ന സമയത്ത് തന്റെ പ്രിയതമന്റെ മുഖമൊന്ന് കാണാൻ, ഒരു മെഴുകുതിരി ഒന്ന് കത്തിച്ചു വെക്കാൻ, ഒരല്പം എണ്ണ ഒഴിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചു വെക്കാൻ, ആ വിളക്കിലേക്ക് ഒഴിക്കാനുള്ള എണ്ണ പോലും തന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയുമോ? ആയിരക്കണക്കിന് കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഒരു അധികാര കേന്ദ്രത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സമ്പത്തിന്റെ സക്കാത്തിന്റെ സദഖയുടെ സമ്പാദ്യം വന്ന് മദീനത്തെ പള്ളിയിൽ കുഞ്ഞുകൂടുമ്പോ ആ മദീനത്തെ പള്ളിയിൽ നിന്ന് വിതരണം ചെയ്തു കൊടുത്ത നേതാവിന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്റെ ഭാര്യ ആ സമയത്ത് കാണുന്ന രംഗത്തിന് വേണ്ടി അല്പം വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഇല്ലാത്ത ദാരിദ്ര്യത്തിന്റെ അവസ്ഥ. തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദറഹു മർഹൂനത്തുൻ ഇൻദ യഹൂദി. അയൽപക്കത്തെ യഹൂദിയായ മനുഷ്യന്റെ വീട്ടിൽ തന്റെ പണയം വെച്ചുകൊണ്ട് ഒരല്പ സൂചി കോതമ്പ് വാങ്ങുവാൻ വേണ്ടി, വീടിന്റെ ദാരിദ്ര്യം മാറ്റുവാൻ, പട്ടിണി മാറ്റാൻ വേണ്ടി ഒരല്പം സൂചി കോതമ്പിന് വേണ്ടി പണയപ്പെടുത്തിക്കൊണ്ട് പണയക്കാരനായിട്ടാണ് അള്ളാന്റെ ഹബീബി ലോകത്തോട് യാത്രയായതെങ്കിൽ സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, സമ്പത്ത് ഉപയോഗിക്കുവാനില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ സൂക്ഷ്മതയുടെ പേരിൽ ആവശ്യമായത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടെ ജീവിച്ചു പോയ ആദരവായ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഹബീബ് നമ്മളെ പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ ആകത്തുക എന്തെന്നറിയുമോ? ആരും എങ്ങനെയും ജീവിക്കട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുത്ത് ഹബീബിന്റെ പിന്മറക്കാരനായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, താൻ എത്ര കോടീശ്വരനായാലും ശരി, തന്റെ കയ്യിലുള്ള സമ്പാദ്യം തന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ ചിലവഴിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഒരു മുസ്ലിമിന് അത് അനുവദനീയമല്ല. ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് കൊടിയ പട്ടിണി കൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയാതെ വിഷമിച്ചൊരു ദിവസം, നല്ല കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദിവസം, എന്തെങ്കിലും ആഹാരം എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചിറങ്ങുകയാണ്. രാവ് മയങ്ങുമ്പോ അന്വേഷിച്ച് പുറത്തിറങ്ങി എവിടോട്ടാണ് പോവുക? നടന്ന് മുന്നോട്ട് നീങ്ങി ആരെങ്കിലും സഹായം ചോദിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ അന്വേഷിച്ചു പോയി. അതാ വിദൂരതയിൽ ഒരു മനുഷ്യന്റെ രൂപം കാണുന്നു. അടുക്കലേക്ക് എത്തുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് കണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ നമ്മളോട് ചോദിച്ചു, മല്ലദീ അഖ്റജക യാ അബൂബക്കർ, ഓ അബൂബക്കറെ, ഈ രാത്രി എന്താ പുറത്തിറങ്ങി നടക്കുക? എന്താ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നു? പറഞ്ഞു, യാ റസൂലല്ലാഹ്, വിശപ്പാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിച്ചു, ഞാനും വിശപ്പായിട്ട് തന്നെയാണ് ഇറങ്ങിയത് അന്വേഷിക്കാം. വീണ്ടും മുന്നോട്ട് പോയി വിദൂരത്തിൽ ഒരു ആൾപെരുമാറ്റം കാണുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, രണ്ടാമത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. ചോദിച്ചു, എന്താ പുറപ്പെട്ടത്? പറഞ്ഞു, വിശപ്പാണ് നബിയേ. രണ്ടാമത് കൂടിയ ആളെയും കൂടെ കൂട്ടി 3 പേർക്കും ചേർന്ന് അന്വേഷിക്കാം. പിന്നെയും മുന്നോട്ട് പോയി 3 പേരും അന്വേഷിച്ച് നടന്ന് അവരവസാനം മദീനത്തിലുള്ള ഒരു ഈന്തപ്പഴ തോട്ടത്തിന്റെ മുമ്പിലേക്ക് എത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖ് തങ്ങളും 3 പേരും ചേർന്ന് ഒരു മദീനത്തുണ്ടായിരുന്ന ഒരു ഈന്തപ്പഴ തോട്ടത്തിന്റെ മുമ്പിലേക്ക് എത്തി. അൻസാരിയായ ഒരു സ്വഹാബി വരെ ഈന്തപ്പഴ തോട്ടത്തിലേക്ക് എത്തി. എന്നിട്ട് ആ സ്വഹാബി വര്യവനോട് പറഞ്ഞു, അല്പം ഈത്തപ്പഴം നിങ്ങളെ ഭക്ഷിപ്പിക്കാമോ? വിശപ്പിന്റെ കാഠിന്യത കൊണ്ടാവുന്നത് ഒരല്പം ഈത്തപ്പഴം ഭക്ഷിക്കാമോ? അല്ലാഹുവിന്റെ റസൂലും ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബത്തുമാണ് മുമ്പിലിരിക്കുന്നത്. ഇതിനേക്കാളും നല്ല അതിഥികൾ വരാനില്ല. ആ സ്വഹാബി സന്തോഷത്തോടെ ഓടിപ്പോയി ഒരു കുല ഈത്തപ്പഴം വെട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെയും സ്വഹാബത്തിന്റെയും മുമ്പിലേക്ക് വെച്ചു.
ഒരുപാട് നേരം കുശലം ചോദിച്ച് കാര്യം പറഞ്ഞിരിക്കാനുള്ള വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അല്പം അതിനടുത്ത് കഴിക്കാൻ തുടങ്ങി. ഏതാനും ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞു. അല്പം ഒന്ന് വിശപ്പം അടങ്ങി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ അബൂബക്കർ സിദ്ദീഖ് രണ്ടുപേരുടെയും ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, യാ ഉമറു യാ അബൂബക്കർ ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ. ഈ കാഠിന്യത്തോടെയുള്ള വിശപ്പിൽ നിന്നും ഒരു സഹായമായിട്ട് അല്പം കിട്ടിയ ഈ കാരയ്ക്ക് നമ്മൾ കഴിച്ചു. ഇതിന്റെ ഈ കാരക്കയിൽ നിന്നുമുണ്ടായ വിശപ്പ്, ഈ സമയത്ത് നമ്മൾ കഴിച്ച ഈ കാരക്കയുടെ പേരിൽ പോലും നാളെ ഹിസാബുണ്ട്. ഇതിന്റെ പേരിൽ പോലും നാളെ ഹിസാബുണ്ട്. ആഹാരം കഴിക്കാൻ ഉണ്ടായിട്ടല്ല, പട്ടിണിയിരുന്ന് വീട്ടിലിരിക്കാൻ കഴിയാതെ പുറത്തിറങ്ങി നടന്നു. ആ നടത്തത്തിൽ അവസാനം കിട്ടിയ ഏതാനും കാരക്ക കഴിച്ചു. അത് കഴിഞ്ഞപ്പോ പറയാണ്, ഇതിന്റെ പേരിൽ നാളെ ഹിസാബുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല സമനില തന്നെ തെറ്റിപ്പോകുന്ന കോലത്തിലായി. ഉമർ ഫാറൂഖ് തങ്ങളെ ശേഷിച്ച ഈന്തപ്പനയുടെ കുല എടുത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് ആഞ്ഞടിച്ചു. പരിസരബോധം മറന്നുകൊണ്ട് ആഞ്ഞടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈന്തപ്പഴങ്ങൾ ചിന്നിച്ചിതറി. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇതിന്റെ പേരിൽ ഹിസാബ് ഉണ്ടെന്നോ? എത്ര ദിവസമായി പട്ടിണിയിരിക്കുന്നു നബിയെ, ആഹാരം കഴിച്ചിട്ടില്ലല്ലോ റസൂലേ. ഈ സമയത്ത് കിട്ടി 2 കാരക്കയ്ക്ക് നാളെ ഹിസാബ് ഉണ്ടെന്നോ? അവിടെ നിന്ന് പറഞ്ഞു, അതെ ഉമറേ, ഹിസാബുണ്ട്, ഹിസാബുണ്ട്. ഇല്ലാ ഖിർഖത്തുൽ ലഫ ബിഹാ ഔറതുഹു, ഔറത്ത് മറയ്ക്കാൻ മാത്രമായിട്ട് ഉപയോഗിച്ച വസ്ത്രം ഒഴികെ, കഠിനമായ വിശപ്പടക്കാൻ നീ ഉപയോഗിച്ച ഭക്ഷണം ഒഴികെ, തണുപ്പും ചൂടും ഏൽക്കാതെ വെയിലും മഴയും ഏൽക്കാതെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു റൂമും ഒഴികെയുള്ളതെല്ലാത്തിനും ഹിസാബുണ്ട്. ഹിസാബ് ഇതിനെല്ലാത്തിനും ഉണ്ട്. എത്ര നാള് നിന്നാലും തീരാത്ത വിചാരണ. എന്താണ് ഇത് നീ ഉപയോഗിച്ചത്? എങ്ങനെ രൂപത്തിലാണ് ഇതിനെ ഉപയോഗിച്ചത്? ഇതെങ്ങനെ നീ സ്വന്തമാക്കി? ഇതിനെ എങ്ങനെയാണ് നീ വിനിയോഗിച്ചത്? ഒന്നൊന്നായി കൃത്യമായിട്ട് മറുപടി കൊടുക്കാതെ കാൽപാദം മാറ്റി ചവിട്ടാൻ സാധ്യമല്ലെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു കാരക്കയുടെ കാര്യമല്ല, എത്രയോ ആഡംബരത്തിന്റെ ഭക്ഷണം കഴിക്കുന്നത് നമ്മളാ. ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു നേരത്തതല്ല, എത്രയോ ദിവസങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിധി വിട്ട ആഡംബരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ നാളുകളാണ് വരാൻ പോകുന്നത്. നമ്മുടെ ആഡംബരങ്ങളൊന്നും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മലയാളക്കര നിന്ന് പോകുന്നത് പ്രവാസികളിലൂടെയാണ്. സത്യം അത് തന്നെയാണ്. ആ പ്രവാസികളുടെ പണമാണ് അറബിപ്പണവും വിദേശ പണവുമാണ് ഇന്ന് കേരളത്തിനെ കേരളമാക്കി മാറ്റിയതെങ്കിൽ അതിന്റെ വരവാണ് അവസാനിക്കാൻ പോകുന്നത്. ആ വരവ് അവസാനിക്കാൻ പോകുന്ന അറിയിപ്പാണ് ഇറാന്റെ പേരുള്ള ഇസ്രായേലിന്റെ ആക്രമണം. ഇറാന്റെ തിരിച്ചടി നമ്മെ കൊണ്ടെത്തിക്കുന്ന അതിലേക്കാണ് എങ്കിൽ ഇത് ആഖിറുൽ സമാനിന്റെ ലോകാവസാനത്തിന്റെ മുമ്പ് നടക്കാൻ പോകുമെന്ന് പറഞ്ഞ 3ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തെ പ്രത്യക്ഷമായ പുറപ്പാടിലേക്കാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇതിനെ കുറിച്ചൊക്കെ പറയാം. പിന്നീട് വളരെ പ്രധാനപ്പെട്ട സാന്ദർഭികമായ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തേണ്ട, സാന്ദർഭികമായി നമ്മൾ തയ്യാറെടുക്കേണ്ട ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔറത്ത് മറയ്ക്കാൻ ആവശ്യമായ വസ്ത്രം ആഡംബരത്തിന്റെ വസ്ത്രമെന്നില്ല. ഓരോ ചടങ്ങിന് ഓരോന്ന്, ഓരോ പരിപാടിക്ക് ഓരോന്ന്, ഇങ്ങനെയല്ല. ഔറത്ത് മറയ്ക്കാൻ ആവശ്യമായ മാന്യമായ വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം, മാന്യമായ വസ്ത്രം, മാന്യമായ ഭക്ഷണം, മാന്യമായ ഒരു ഭവനം. പരിശുദ്ധ ദീൻ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഓരോ ആളുകളുടെയും അനിവാര്യമായ ആവശ്യത്തിനനുസരിച്ച് ചികിത്സ, രോഗചികിത്സ, അടിയന്തരമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, ഒരാളിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു വാഹനം, ഒരാളിന്റെ നിലവാരത്തിനും അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾക്കും അനുസരിച്ച് അദ്ദേഹം ഒരു VIP ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു PA, ഒരു സെക്രട്ടറി, ഒരു സഹായി, ഒരു ഡ്രൈവർ, ഇങ്ങനെ 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾ എണ്ണിയിട്ട് പറഞ്ഞു, ഈ 7 കാര്യങ്ങളാണ് യൂസുഫ് അലി അല്ല അതിനേക്കാൾ വലിയ കോടീശ്വരനാണെങ്കിലും ഒരു മുസ്ലിമിന് ഇസ്ലാം അനുവദിച്ചത് എത്രയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്ന, പിന്നെ ശേഷിക്കുന്ന സമ്പാദ്യം ഉപയോഗിച്ച് അവൻ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ആ സമ്പത്ത് വളർത്തണം എന്നതിന് ഇസ്ലാം കൃത്യമായി മാനദണ്ഡം വെച്ചു, പഠിപ്പിച്ചു. ഇസ്ലാം കൃത്യമായിട്ട് വരച്ച് പഠിപ്പിച്ചു എങ്ങനെ ഈ സമ്പത്ത് വളർത്താൻ കഴിയും. 10 രൂപ 20 ആക്കണോ, അതിന് കൃത്യമായി രൂപ പഠിപ്പിച്ചു. എങ്ങനെയും വളർത്താൻ കഴിയൂല, എങ്ങനെയും അധികരിപ്പിക്കാൻ കഴിയില്ല. ഒരാളുടെ കയ്യിൽ ശേഷിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും ഓരോ ബാധ്യതകൾ അവന്റെ മേലുള്ളൂ. ആ ബാധ്യതകൾ കൃത്യമായി നിറവേറ്റി വരണം. ആ ബാധ്യതകൾ പൂർത്തീകരിക്കാത്ത രൂപത്തിലാണ് അവൻ ലോകത്തോട് യാത്രയാകുന്നതെങ്കിൽ അവന്റെ ഹിസാബ് ഇതിനേക്കാളും ഭയാനകമായിരിക്കും. ഔറത്ത് മറയ്ക്കാനുള്ള വസ്ത്രം, വിശപ്പടക്കാൻ ആവശ്യമായ ഭക്ഷണം, വെയിലും മഴയും ഒന്നും കേൾക്കാതെ, ജനങ്ങൾ കുറ്റപ്പെടുത്താതെ താമസിക്കാൻ ആവശ്യമായ ഒരു ഭവനം, ഒരു വാഹനം,
ചികിത്സ, വിദ്യാഭ്യാസം, ഒരു സഹായം. ഇത്രയാണ് പരിശുദ്ധതയിൽ ഒരു മുസ്ലിമിന് അനുവദിച്ചിട്ടുള്ള കാര്യം, ഒരു മുസ്ലിമിന്റെ കുടുംബത്തിന് അനുവദിച്ചിട്ടുള്ള കാര്യം. ഓരോരുത്തരും തിരിഞ്ഞ് സ്വന്തം മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കുക, തന്റെ അധീനതയിൽ ഇങ്ങനെയാണോ ഉള്ളത്? തന്റെ അധീനതയിലുള്ള സമ്പത്തിന്റെ, സൗകര്യങ്ങളുടെ, ആഡംബരത്തിന്റെ വലിപ്പം എത്രയുണ്ട്? ആലോചിച്ചു നോക്കുക. ഭാരതന്മാരായ ഫുഖഹാക്കൾ, ഉലമാക്കൾ പഠിപ്പിക്കുക, ഒരാളിന് ഈ അടിയന്തരമായ അനിവാര്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ ഒരാളുടെ കയ്യിൽ പണം ബാക്കിയായാൽ ആദ്യം ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ട കർത്തവ്യം ഏതാണ്? ആദ്യമായിട്ട് പിന്നെ അവന് ബാധ്യതയാകുന്ന കർത്തവ്യം ഏതാണ്? ഒരാളിന് ഈ പറഞ്ഞ അടിസ്ഥാന ആവശ്യങ്ങൾ, വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, താമസിക്കാൻ ഒരു ചെറിയ സൗകര്യമായി, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പണം ബാക്കി വന്നാൽ ആ പണത്തിന്റെ മേൽ ഒന്നാമതായിട്ട് ഒരു മുസ്ലിമിന് വരുന്ന ബാധ്യത ഖളാഉദ്ദൈൻ, കടബാധ്യത വീടുക എന്നുള്ളതാണ്, കടം വീടുക എന്നുള്ളതാണ്. നമുക്കിടയിൽ ഒരുപാട് കടക്കാരുണ്ടാകും. കടം ഒരുപാട് വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ്. കടബാധ്യതയെ ഗൗരവത്തോടെ കാണാത്തവരുണ്ട്. കടബാധ്യസ്ഥനായി മരണപ്പെട്ട് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന ജനാസ നമസ്കരിക്കാതെ ഹബീബുനാ റസൂലുള്ളാഹി മാറിപ്പോയ ഒരു സ്വഹാബിയുടെ ജനാസ പോലും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ദീനിയായ കാര്യങ്ങൾ സജീവമായി നിന്നു. കടക്കാരനായി മരണപ്പെടുമ്പോൾ ഈ കടക്കാരന് വേണ്ടി ജനാസ നമസ്കരിക്കാൻ റസൂൽ തയ്യാറായിട്ടില്ല, പല സ്വഹാബത്തും തയ്യാറായിട്ടില്ല. കടം വീടുവാൻ കഴിവുണ്ടായിട്ടും കടം വീടാതെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഷഹാദത്ത് വരിച്ച് മരിച്ചാലും, പരിശുദ്ധ ഖുർആൻ ഹാഫിളാണെങ്കിലും ശരി, ഈ കടബാധ്യത സ്വർഗ പ്രവേശനത്തിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തുന്നത് പരിശുദ്ധ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ, കടബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ, കടം കൊടുക്കാനുള്ള ആളുകൾ ആവശ്യത്തിന് മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. എന്തിനും കടം വാങ്ങാൻ കഴിയൂല. സ്വിഫ്റ്റ് കൊണ്ട് നടക്കുന്ന മനുഷ്യന് ഇന്നോവ എടുക്കാൻ വേണ്ടി കടം വാങ്ങാൻ കഴിയൂല. അവന് ആവശ്യത്തിന് സഞ്ചരിക്കാൻ ഒരു വാഹനമുണ്ടോ? അത് കഴിഞ്ഞിട്ട് അവന്റെ അടിയന്തര അനിവാര്യമായ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് സമ്പത്തിന്റെ മേൽ പിന്നെയുമുള്ള ബാധ്യതകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് അടുത്തതിലേക്ക് അവൻ പോകേണ്ടത്. കടബാധ്യത, എങ്ങനെയാണ് കടബാധ്യത ഉണ്ടാക്കേണ്ടത്? എന്തിനാ കടം വാങ്ങേണ്ടത്? ദീനത്തിന് കൃത്യമായി മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കടം വാങ്ങിയ കടമുണ്ടെങ്കിൽ പിന്നെ ശേഷിക്കുന്ന പണത്തിൽ നിന്നും ഒരാൾ ആദ്യം ചെയ്യേണ്ടത് കടബാധ്യത വീടുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല തൗഫീഖ് തരുമാറാകട്ടെ. ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് എങ്ങാനും ഒരു രൂപ കടബാധ്യതയുണ്ടെങ്കിൽ എന്നും അത് ഓർമ്മയുണ്ടാകണം. കടപ്പത്രം എഴുതണമെന്നാണ്, കടം എഴുതി വെക്കണമെന്നാണ്. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ കടക്കാരെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണമെന്നാണ്. മലബാർ മേഖലയിൽ അറിയപ്പെടുന്ന സൂഫിയായ ഒരു പണ്ഡിതവര്യനെ കുറിച്ച് കേട്ടു. ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പോ ചായക്ക് കാശ് കൊടുത്തു, 50 പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. പറഞ്ഞു, ഇന്ന ദിവസം തന്നേക്കാം, ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞ ദിവസമാകുമ്പോൾ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ ചായക്കടയിലേക്ക് പോയാൽ ഒരു ചെറിയ നദി ക്രോസ് ചെയ്ത് വേണം പോകാൻ. അദ്ദേഹം പറഞ്ഞ സമയം ഇന്ന ദിവസം മഗ്‌രിബിന് മുമ്പ് തരാമെന്നാണ്. ആ നദിക്കരയിൽ പോയിട്ട് കാത്തു നിന്നു, വെള്ളം താരുന്നത് നോക്കി. മഗ്‌രിബിനോട് എടുക്കുന്ന സമയമായിട്ട് വെള്ളം താരുന്നില്ല. 2 കൽപ്പിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി നീന്തി മറുകരയിലേക്ക് എത്തി ആ ചായക്കടയിൽ പോയിട്ട് പറയാ, ഇന്നത്തെ ദിവസം ഈ മഗ്‌രിബിന് മുമ്പാണ് 50 പൈസ ബാക്കിയുള്ളത് ഞാൻ തരാമെന്ന് പറഞ്ഞത്. ആ 50 പൈസയുമായി വന്നതാണെന്ന് പറയുമ്പോ ഇത്രയും അപകടം പിടിച്ച ഈ നദി ക്രോസ് ചെയ്ത് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പറഞ്ഞു, ഈ സമയത്ത് ഞാനെങ്ങാനും മരിച്ചു പോയാലും ശരി, അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് അഫൂ ചെയ്യും. ഈ 50 പൈസ താങ്കൾ പൊരുത്തപ്പെട്ടില്ല എങ്കിൽ ഞാൻ ഇത്രയും കാലം ചെയ്ത എന്റെ ദറസും തദ്രീസും ഞാൻ പഠിച്ച ഇൽമും അവനും ഒക്കെ വെള്ളത്തിലാണ്. അതായിരുന്നു നമ്മുടെ സൂക്ഷ്മത. നമുക്ക് കിട്ടാനുണ്ടാവട്ടെ, നമ്മൾ സഹിച്ചാൽ മതി. പക്ഷെ കൊടുക്കാനുള്ളത് നമ്മളത് ബാധ്യസ്ഥരാണ്. കൊടുക്കാതെ മരിച്ചു പോയാൽ തീർന്നു. ആലോചിച്ച് കണ്ടേ കടം വാങ്ങാവും. സമ്പത്ത് ബാക്കിയാൽ ഒരാൾക്ക് ആദ്യമായിട്ട് ബാധ്യതയാകുന്നത് കടം വീടുക. രണ്ടാമത് കഴിഞ്ഞാൽ ഉലമാക്കളെ പഠിപ്പിക്കാൻ, രണ്ടാമതൊരാളിന്റെ മേൽ സമ്പത്ത് ബാക്കിയായാൽ പിന്നെ അവനുള്ള ബാധ്യത വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നതാണ്. വാഗ്ദാനങ്ങൾ സദസ്സുകളിൽ ഇരുന്നു കൊണ്ട് വലിയ വായിൽ പൊങ്ങച്ച നടിക്കാൻ പല ആളുകളും ആ 10,000 ഞാൻ തന്നേക്കാം, പള്ളിയുടെ ആവശ്യത്തിന് ഒരു വഴുതിന്റെ സദസ്സിന് ഞാനൊക്കെ വഴുതിനൊന്നും പറയാറുണ്ട്, പൊങ്ങച്ചത്തിന് പറയണ്ടാരും, കൊടുക്കുമെങ്കിൽ പറഞ്ഞാൽ മതി. സദസ്സ് പിരിയുമ്പോൾ നാട്ടുകാർ പറയും എത്ര ലക്ഷം രൂപ പിരിഞ്ഞു, 50 ലക്ഷം പിരിഞ്ഞു എന്ന് പറയും. പിറ്റേ വർഷം സംഘാടകർ സംഘടിപ്പിക്കുമ്പോൾ വീണ്ടും പറയും 5 ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ, 50 ലക്ഷത്തിന്റെ ആവശ്യം കൂട്ടുണ്ടെന്ന് പറയും. 50 ലക്ഷം പറഞ്ഞതേ ഉള്ളൂ, 45 കൊടുത്തിട്ടുണ്ടാവില്ല. പള്ളി കമ്മിറ്റിക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. കയറി ഇറങ്ങി അവസാനം അവരുടെ ആ നാണം കേട് സഹിക്കാൻ കഴിയാതെ പിന്നെ പോകത്തില്ല. പൊങ്ങച്ചത്തിന് പറഞ്ഞില്ല, അങ്ങനെ പറയാൻ പാടില്ല, ഇത് ബാധ്യതയാണ്. വ്യക്തികളോട് കടബാധ്യത എങ്ങനെ, അതേപോലത്തെ ബാധ്യത പടച്ചവനോട് കടബാധ്യതയാക്കുന്ന പരിപാടിയാണ് വാഗ്ദാനം. അതേപോലെ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മളിങ്ങനെ വെറുതെ വിടുവായത്തിലൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ സമയത്ത് അവരോട് പറയാ, മോനെ നീ നല്ല മാർക്കിൽ പാസ്സായാൽ നീ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നിനക്ക് ഒരു സൈക്കിൾ മേടിച്ചെന്നേക്കാം.
അത് ബാധ്യതയാണ്, അത് വാഗ്ദാനമാണ്. ഇത് ഈ വാഗ്ദാനം കൊടുത്തു, അത് ചെയ്തു കൊടുക്കാൻ അവന് കഴിവുണ്ടായി. അവൻ ചെയ്യാതെ അവൻ വാക്ക് മാറിക്കഴിഞ്ഞാൽ മുനാഫിഖ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം അവരെ പഠിപ്പിച്ചത്. മുനാഫിഖാണ്. അത് പള്ളിക്കാകട്ടെ, മദ്രസയ്ക്കാകട്ടെ, വ്യക്തികൾക്കാകട്ടെ. നിങ്ങളുടെ മോളെ കെട്ടിക്കുമ്പോൾ ഞാൻ ഒരു പോലെ സ്വർണ്ണം തന്നേക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നേക്കാം. വാഗ്ദാനങ്ങൾ ഒരുപാട് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വാഗ്ദാനങ്ങൾ തനിക്ക് ബാക്കിയുണ്ടോ, ശേഷിക്കുന്നുണ്ടോ? സമ്പത്ത് ബാക്കിയായാൽ, അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് പണം ബാക്കിയായാൽ ആദ്യമായിട്ട് അവൻ ചെയ്യണം കടബാധ്യതയുണ്ടോ വീടണം. അത് കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ വീടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുണ്ടോ വസിയത്ത് ചെയ്തിട്ടുള്ള സമ്പാദ്യം ഉണ്ടെങ്കിൽ ആ വസിയത്തിൽ നിന്നും അവൻ എത്രയാണോ വസിയത്ത് ചെയ്തത് 1/3 വസിയത്ത്. സമ്പത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടയിലാണ് വസിയത്ത് 1/3. ആ വസിയത്ത് ഉണ്ടെങ്കിൽ വസിയത്തിന്റെ കാര്യം ക്ലിയർ ചെയ്തേക്കണം. ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ ബാക്കിയുണ്ട് ക്ലിയർ ചെയ്തേക്കണം. അത് കഴിഞ്ഞു പിന്നെ അയാൾക്ക് സമ്പത്ത് ബാക്കിയായാൽ അവന്റെ മേൽ പിന്നടുത്തതായി നിർബന്ധമാകുന്നത് അവന്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യം, മാന്യമായ നാട്ടിലെ മാന്യമായ ഒരു ജീവിത നിലവാരം പുലർത്താൻ ആവശ്യമായ സൗകര്യങ്ങളിലേക്ക് അവൻ നീങ്ങാം. ആ സൗകര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ അവന് കിട്ടുന്ന നീക്കിയിരിപ്പ് ആഡംബരമല്ല, മാന്യമായ അനിവാര്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ അല്പം ഒന്ന് മെച്ചപ്പെടുത്തൽ മാത്രം, കാലാനുസൃതമായ ഒരു ചെറിയ മെച്ചപ്പെടുത്തൽ. ആ മെച്ചപ്പെടുത്തലിലേക്ക് അവൻ നീങ്ങുമ്പോൾ അവന് പിന്നെ നീക്കി വെക്കാൻ കഴിയുന്നത് അത് ഓരോരുത്തരും അവനവനാണ് തീരുമാനിക്കേണ്ടത്. എനിക്കിപ്പോ ഇന്നത്തെ ദിവസം 300ന്റെ ആപ്പിൾ വേണോ അതോ 100ന്റെ മാങ്ങ മതിയോ എന്ന് തീരുമാനിക്കാൻ ഞാനാ തീരുമാനിക്കേണ്ടത്. എനിക്കേത് വേണോ, എനിക്ക് ആവശ്യമുള്ളത് ഞാനാ തീരുമാനിക്കേണ്ടത്. ഓരോരുത്തരും അവരവരാ തീരുമാനിക്കേണ്ടത്. അപ്പൊ അവനവന് മനസ്സ് വെച്ച് തീരുമാനിച്ചുകൊണ്ട് എത്ര നീക്കി വെക്കാൻ കഴിയുമോ അങ്ങനെ നീക്കി വെക്കണം. ആ നീക്കി വെക്കുന്ന പണം കൊണ്ട് പിന്നെ അവൻ പോകേണ്ടത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിലേക്കാണ് അവൻ പോകേണ്ടത്. പടച്ചറപ്പിന്റെ ഭൂമിയിലെ 1ാമത്തെ ഭവനം. അവിടേക്കാണ് ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ പോയത്, ലക്ഷോപലക്ഷം വരുന്ന മുഅ്തമിരീങ്ങൾ പോയത്, ആയിരക്കണക്കിന് 10,000-കണക്കിന് മുഅ്മിനീങ്ങളുടെ പ്രതിനിധികൾ പോയത്. കോടീശ്വരന്മാരെല്ലാവർ, വലിയ സമ്പന്നരെന്ന നാട്യന്മാരുമല്ല, സാധാരണക്കാരാണ് അതിൽ ഭൂരിപക്ഷവും. ആ പോയി വന്ന ആളുകളേക്ക് നമ്മളൊന്ന് പോയിട്ട് അവരോട് പരിചയപ്പെട്ടാൽ, അവരോട് പോയി ദുആ വസിയത്ത് ചെയ്യണം, അവരോട് പോയി കാര്യങ്ങൾ ചോദിക്കണം. അവരെയൊക്കെ നമ്മൾ കാത്തിരുന്ന് പ്രത്യേകം ശ്രദ്ധയോടെ അവരെ സ്വീകരിക്കണം. അവരുടെ അടുക്കൽ പോയി സ്നേഹം പങ്കിടണം. അവരിപ്പോഴും ദുആഇന് ഇജാബത്തുള്ളവരാണ്. ആ പരിശുദ്ധമായ ഹറമിലേക്ക് പോകണം. അതാണ് ഒരു മുസ്ലിമിന്റെ അടുത്ത ബാധ്യത. ആ ബാധ്യത നിറവേറ്റാൻ നമ്മളിൽ എത്ര പേരുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ കരുനാഗപ്പള്ളി പ്രദേശത്ത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഇരിക്കുന്ന ആളുകളിൽ 60% പേരും ഹജ്ജ് കർമ്മത്തിന് പോകാൻ ബാധ്യസ്ഥരായ ആളുകളായിരിക്കും. ഉറപ്പാണ്. ഈ നാടിന്റെ പൾസ് വെച്ച് ഞാൻ പറയാം, ഓരോരുത്തരും വീടിന്റെ പൾസല്ല, നാടിന്റെ പൾസ് വെച്ച് ഇരിക്കുന്നതിൽ 60% പേരും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകാൻ നിർബന്ധിതരായ ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ ധരിച്ചേക്കുന്ന എന്താണ്? എനിക്ക് നിർബന്ധമായിട്ടുണ്ടാവില്ല എന്നാണ്. ഇല്ല, ഇൻഷാല്ലാഹ് പറയാം. ആ ഹജ്ജ് കഴിഞ്ഞു, ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ അവൻ സമ്പാദ്യം ബാക്കിയായാൽ ആ സമ്പാദ്യം വളർത്തുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് കണക്ക് നോക്കി ഓരോ വർഷവും സമ്പത്തിന്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്തിരിക്കണം. പിന്നെ അവൻ അതനുസരിച്ച് വളർത്താം, ആ സമ്പത്തിനെ അധികരിപ്പിക്കാം. ഹലാലായ മാർഗത്തിലുള്ള കച്ചവടത്തിലൂടെ, ഏതെല്ലാം മാർഗത്തിലൂടെ കച്ചവടത്തിലൂടെയും ഹലാലായ മാർഗത്തിലൂടെ ആ സമ്പത്തിനെ അധികരിപ്പിക്കാം. ഹറാമായ മാർഗങ്ങൾ കഴിയൂല. ഇങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെങ്കിൽ ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യൂജിബുൽ ഹജ്ജ, നബിയെ ഹജ്ജ് നിർബന്ധമാകുന്നത് ആർക്കാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുന്നത് റസൂലേ? അവിടെ പറഞ്ഞു അസ്സാദു വറാഹില, യാത്രാ സൗകര്യവും ആ യാത്രയിൽ ആവശ്യമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ആർക്കുണ്ടോ അവന് ഹജ്ജ് കർമ്മം നിർബന്ധമാണ് നബിയുനാ റസൂലുള്ളാഹി മറുപടി കൊടുത്തു. മറ്റൊരു പ്രഭാഷണത്തിൽ, ഒരു ഖുതുബയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാ, ഇന്നല്ലാഹ ഫറളൽ ഹജ്ജ, ഇന്നല്ലാഹ ഫറളൽ ഹജ്ജ, ഹജ്ജ് കർമ്മത്തിനെ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അയ്യുഹന്നാസ്, ഹജ്ജ് കർമ്മത്തിനെ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ആർക്കതിന് കഴിവ് കിട്ടിയോ, ആർക്കതിനുള്ള സൗകര്യം ഉണ്ടായോ, എന്നിട്ട് അയാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ല, വലം യഫഅൽ, ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫൽയമുത് അലാ അയ്യി ഹജ്ജിൻ, ഫൽയമുത് അലാ അയ്യി ഹാലിൻ യഹൂദിയൻ ഔ നസറാനിയ, യഹൂദിയായിട്ട് അയാൾ മരിച്ചു പോട്ടെ,
അല്ലെങ്കിൽ നസറാനിയായിട്ട് മരിച്ചു പോയവരെ പോലെയാ, മജൂസിയെ പോലെ മരിച്ചു പോയവരെ പോലെയാ. ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട്. വിചാരിച്ചാൽ, മനസ്സ് വെച്ചാൽ, ഒരുക്കാൻ തീരുമാനിച്ചാൽ സൗകര്യമുണ്ടാകും. അങ്ങനെയുള്ള സൗകര്യം നോക്കാതെ, അതിനുവേണ്ടി തയ്യാറെടുക്കാതെ, ആ വിഷയത്തിന് ലാഘവത്തോടെ കണ്ടുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയുമോ? യഹൂദി മരണപ്പെട്ടതുപോലെയാ, ജൂതന്റെ, നസറാനിയുടെ, മജൂസിയുടെ മരണം പോലെയാ. ആ കാര്യങ്ങൾ ഈ രൂപത്തിൽ ഒരാൾ ഹജ്ജ് കർമ്മം നിർബന്ധമായിട്ട്, അയാൾ യാത്രാ സൗകര്യമുണ്ട്, ഭക്ഷണ സൗകര്യമുണ്ട്, എന്നിട്ട് അയാൾ പോകാതിരിക്കണമെങ്കിൽ അയാൾക്ക് ന്യായമായ കാരണം ഉണ്ടാകണം. ഒരു ഡോക്ടർ, വിദഗ്ധനായ ഡോക്ടർ പറയാണ്, നിങ്ങൾ ഈ സമയത്ത് ഹജ്ജിന് വേണ്ടി പോയാൽ നിങ്ങളുടെ രോഗം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും, അതുകൊണ്ട് ഇപ്പൊ പോകരുത്. ഒന്നുകിൽ പറഞ്ഞു, അല്ലെങ്കിൽ സുൽത്താനും ജായും അക്രമിയായ ഒരു ഭരണാധികാരി വഴിയിലുണ്ട്, അയാളെ ഭയപ്പെട്ടിട്ട് ജീവൻ ഭയന്നുകൊണ്ട് പോകാൻ കഴിയൂല. ഇങ്ങനെ ന്യായമായ കാരണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ഇതൊന്നുമില്ലാതെ ഒരാൾ ഹജ്ജ് കർമ്മം ഒഴിവാക്കി കഴിഞ്ഞാൽ നബിയുനാ റസൂലുള്ളാഹി പറയാണ്, ലാ നസീബ ലഹു അലാ ലാ നസീബ ലഹു അലാ ലാ നസീബ ലാ അറിയണേ ലാ നസീബ ലഹു വലാ യരിദു അലാ ശഫാഅതി അലാ ലാ നസീബ ലഹു അവനൊരു ഓഹരിയും തന്നെയില്ല, വലാ യരിദു ശഫാഅതി വലാ യരിദു ഹൗലി വലാ ശഫാഅ. ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോൾ എന്റെ ഹൗദിന്റെ അടുക്കലേക്ക് ആ മനുഷ്യൻ വരികയില്ല, ആ മനുഷ്യൻ എന്റെ ശഫാഅത്ത് ഉണ്ടാവുകയില്ല, എന്റെ ശഫാഅത്തും എന്റെ ഹൗദുൽ കൗസറും അവന് ലഭിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ നിർബന്ധമായ ബാധ്യത. നമസ്കാരത്തിന് എത്ര പ്രാധാന്യമുണ്ടോ, നോമ്പിന് എത്ര പ്രാധാന്യമുണ്ടോ, അതേ പ്രാധാന്യം തന്നെ ഹജ്ജിനുമുണ്ട്, അതേ പ്രാധാന്യം തന്നെ സക്കാത്തിനുമുണ്ട്. ഈ കർമ്മങ്ങൾ ഐച്ഛികമല്ല, ഫർദാണ്, ഫർദാണ്, നിർബന്ധമാ. 5 കാര്യത്തിൽ 3 കാര്യങ്ങൾ എല്ലാ മുസ്ലിമിനും ഫർദാണ്, എല്ലാ മുസ്ലിമിനും നിർബന്ധമാ. 2 കാര്യങ്ങൾ ചില ആളുകൾക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമായ അവസ്ഥയിലെത്തിയ ഒരു മനുഷ്യൻ നമസ്കാരം ഖളാക്കിയിട്ട് കഴിയുന്ന ഓരോ ദിവസങ്ങളും എത്രത്തോളം അവൻ ഏറ്റവും വലിയ ദുർഘടമായ അവസ്ഥയിലാണ് ഉള്ളത്, അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് പരിശുദ്ധ ദീൻ. അല്ലാഹു തിരിച്ചുമാറാകട്ടെ. ഹജ്ജ് കർമ്മം സുന്നത്തല്ല, ഹജ്ജ് കർമ്മം നിർബന്ധമാണ്, ഫർദാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനമായി പോകേണ്ടതല്ല. വർഷങ്ങളോളം അതിനു വേണ്ടിയിട്ട് വർഷങ്ങളോളം പരിശ്രമിച്ച ആള്. നമ്മൾ എത്ര കൗതുകത്തോടെയാണ് വാർത്ത വായിച്ചതല്ലേ? അബൂ ആമിർ അൽ ഗദ്ദാഫി എന്ന ലിബിയക്കാരനായ ലിബിയക്കാരനായ സഹോദരൻ എത്രയോ വർഷങ്ങളായി ആഗ്രഹിക്കുകയാണ് അല്ലാഹുവിന്റെ ഭവനത്തിലെത്തണം, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്ത്, അതിനുവേണ്ടി സമ്പത്ത് ഒരു കൂട്ടി, അതിനുവേണ്ടി എത്രയോ കാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മനുഷ്യൻ എയർപോർട്ടിലേക്ക് എത്തുക. വിമാനത്താവളത്തിലെത്തി പ്രാഥമികമായ പരിശോധനകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഗദ്ദാഫി എന്ന പേരുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെട്ടു. കുട്ടിക്കരഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അദ്ദേഹം പറഞ്ഞു, ഞാൻ പടച്ചറപ്പിനെ കാണാൻ നെയ്യത്ത് ചെയ്ത് ഹറാം ചെയ്തിറങ്ങി പുറപ്പെട്ടവരാണ്, എന്നെ നിങ്ങൾ തിരിച്ചയക്കരുത്, എന്നെ നിങ്ങൾ തിരിച്ചുവിടരുത്, എനിക്ക് മക്കത്തേക്ക് പോകാൻ അവസരം തരണം. ആ മനുഷ്യന്റെ കണ്ണീരിന്റെ മുമ്പിൽ പാറാവുകാരെ കനിഞ്ഞില്ല. വിമാനം ഉയരുന്നതിന് മുമ്പ് പൈലറ്റിന്റെ മനസ്സിലായി മുമ്പോട്ട് പോകില്ല, തിരിച്ചിറക്കി. പ്രത്യക്ഷത്തിൽ കണ്ട കേടുപാടുകൾ തീർന്നു, പിന്നെയും പറന്നുയർന്നു. വിമാനം താഴെ ഇറങ്ങി എന്നറിഞ്ഞപ്പോൾ ഗദ്ദാഫി വീണ്ടും ആവശ്യപ്പെട്ടു, എന്നെ കൂടി കയറ്റിക്കൊണ്ടു പോകണം. ആ മനുഷ്യന്റെ അഭ്യർത്ഥനയെ പിന്നെയും പരിഗണിക്കപ്പെട്ടില്ല. രണ്ടാമതും പറന്നുയർന്ന വിമാനം പൈലറ്റിന്റെ മുകളിലെത്തിയപ്പോൾ മനസ്സിലായി. അദ്ദേഹം അവിടെ വെച്ച് തന്നെ എയർപോർട്ടിൽ വിവരം കൊടുത്തു, ആ അബൂ ആമിർ അൽ ഗദ്ദാഫിയെ തിരിച്ചു വിളിക്കണം. ആ മനുഷ്യനെ പ്രവേശിപ്പിക്കാതെ ഇനി വിമാനം ജിദ്ദയിലേക്ക് പോകൂല. ആ മനുഷ്യനെ കയറ്റണം, ആ മനുഷ്യനെ പ്രവേശിപ്പിക്കണം. ആ മനുഷ്യനെ പ്രവേശിപ്പിച്ചു. ആ മനുഷ്യനെയുമായിട്ടാണ് മക്കത്തേക്ക്, ജിദ്ദയിലേക്ക് ആ വിമാനം പറന്നു പൊങ്ങിയതെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെട്ട അബൂ ആമിർ അൽ ഗദ്ദാഫി ലിബിയയിലെ കോടീശ്വരനല്ല, ലിബിയയിലെ മെച്ചപ്രഭുവല്ല, സാധാരണക്കാരനാണ്. ആ മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ മുമ്പിൽ പടച്ചറബ് വിമാനം താഴെ ഇറക്കി കൊടുത്തെങ്കിൽ, ഇതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്നും വരേണ്ട ആഗ്രഹം, ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ആഗ്രഹം. ആ കണ്ണീരും ആഗ്രഹവും ഉണ്ടെങ്കിൽ പണമില്ലാത്ത 10,000 മക്കത്തെത്തിച്ച പടച്ചറബ് നമ്മെ എത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞുതരാം, ഒരുപാട് മനുഷ്യർ ഒരു നയാകാശിന് വകയില്ലാതെ, ഒരു നേരത്തെ ആഹാരം മര്യാദയ്ക്ക് കഴിക്കാനില്ലാത്ത മനുഷ്യർ റാഹത്തായി ഹജ്ജ് മുഅ്തമർ ചെയ്ത് മടങ്ങി വന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അടുത്ത വർഷമെങ്കിലും ആ പുണ്യമായ മണ്ണിലെത്തി ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് മടങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഹാജിമാർ, മുഅ്തമരീങ്ങൾ എല്ലാവരുടെയും ഹജ്ജിനെയും ഉംറയും സിയാറത്തിനെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഖ്ബൂലും മർദിയുമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ചുറ്റുഭാഗത്തിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന യുദ്ധാന്തരീക്ഷം നമ്മുടെ നാടിലേക്ക് ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭയാനതകളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം തരുമാറാകട്ടെ. ലോകത്തിന് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന്റെ സർവമാന സമ്പത്തിനും അല്ലാഹു സുരക്ഷിതത്വം കൊടുക്കുമാറാകട്ടെ. ജീവനും സ്വത്തിനും അഭിമാനത്തിനും അല്ലാഹു പ്രത്യേകമായ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.